ഇനി നീ വിവരിക്കണ്ട, എനിക്ക് ഊഹിക്കാനേ ഉള്ളൂ. അവിടെ നല്ലൊരു ഉഗ്ര അടിപൊട്ടി കാണുമല്ലേ? മതി, അത് മതി നമുക്ക് കേസെടുക്കാൻ. ഈ പേര് പറഞ്ഞ് ഞാൻ ഡിവോഴ്സിന് പേപ്പർ ഇട്ടോളാം. നീ ആദ്യം മുഴുവൻ ഒന്ന് കേക്ക്. ആഹാ, ഇതെന്താണ് പരിപാടി? അടിക്കാൻ പോവാണ്? എന്തേ, പെൺകുട്ടികൾക്ക് അടിക്കാൻ പാടില്ലേ? അതിനിപ്പോ എന്താ, ഇത് ആണുങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സാധനമൊന്നുമല്ലല്ലോ. താൻ ചുമ്മാ കുടിക്കണം. പിന്നെ എനിക്കിത് ശീലമില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ കുടിച്ച് തനിക്ക് ഒരു പ്രശ്നമില്ലേ? എന്ത് പ്രശ്നം? ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. പിന്നെ ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടായാൽ മതി. ഷൂ എന്ത് പറ്റിയടോ? സ്ലിപ്പായി പോയതാണോ? അത് പിന്നെ ഷൂ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ട് സാരമില്ല, ഞാൻ പോയി വേറൊന്നും മാറ്റം തരാം. തൽക്കാലം കാലിൽ കൊള്ളാതൊന്നും മാറിയിരുന്നു, ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇയാൾക്ക് ദേഷ്യം വരൂലേ? ഇങ്ങനെ ഒരാളെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അല്ല, ഈ ബന്ധത്തിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? അത് പറയാതിരിക്കുന്ന നല്ലത്. എല്ലാത്തിനും കാരണം എന്റെ അച്ഛനാ. യുവർ ഡാഡി? ഹൗ കം? മോളെ, നിന്റെ ജാതവും ശ്രീജിത്തിന്റെ ജാതവും പൊരുത്തം നോക്കുമ്പോഴേ 10-ന് 10 നിനക്ക് വേണ്ടിയിട്ടുള്ള പയ്യനാണെന്നാണ് നമ്മുടെ ജ്യോതിഷം വരെ പറഞ്ഞത്. അച്ഛൻ ജാതകമൊക്കെ മാറ്റി വെച്ചിട്ട് പ്രാക്ടിക്കൽ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഇത് എന്ത് ലൈഫല്ലേ? നിന്റെ ലൈഫാണേ. അപ്പൊ നിന്റെ ലൈഫ് കൂടുതൽ നന്നാക്കാനല്ലേ ഞാൻ നോക്കത്തുള്ളൂ. എന്തുകൊണ്ടും ശ്രീജിത്ത് നിനക്ക് പറ്റിയ ലൈഫ് പാർട്ട്ണറാണ്. എന്തോന്ന് അച്ഛാ? ഡോണ്ട് വെറി മോളെ, ശ്രീജിത്ത് നല്ല പയ്യനാണ്. നല്ല പഠിപ്പുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്. അവൻ നിന്നെ പൊന്നു പോലെ നോക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നു മോള് കൂടുതലൊന്നും ആലോചിക്കേണ്ട. അച്ഛൻ ഈ കല്യാണം അങ്ങ് ഉറപ്പിക്കുകയാണ്. ഓക്കേ? ഹലോ ഹലോ, ശ്രീതാണല്ലേ? ശ്രീജിത്ത് അല്ലേ? അതെ, ആരാണ്? ഞാൻ ആരാണെന്ന് അറിയുന്നതിനേക്കാൾ ഞാൻ എന്തിന് വിളിച്ചു എന്നറിയുന്നതല്ലേ നല്ലത്, മിസ്റ്റർ ശ്രീജിത്ത്. ഇയാൾക്ക് എന്താ വേണ്ടത്? ആ, അങ്ങനെ ചോദിക്കും. വേണ്ടത് എനിക്കല്ല, നിങ്ങൾക്കാണ്. കുറെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. എന്ത് വിവരങ്ങൾ? ആര്യ, അതല്ലേ നിങ്ങളുമായി കല്യാണം ഉറപ്പിച്ച പെൺകുട്ടിയുടെ പേര്? ആ, അതിനെന്താണ്? എന്നാ താൻ അറിഞ്ഞോ? ആര്യ ഭാര്യയായി വന്ന താൻ ഒരു മാനസിക രോഗിയുടെ ഭർത്താവായി മാറും. ആ, വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. അവക്ക് പല പുരുഷന്മാരുമായിട്ടും അവിഹിതമുണ്ട്, അതും വഴിവിട്ട അവിഹിതം. നെക്സ്റ്റ്? അവക്ക് വെറും ഒരു അടിമയായ ഭർത്താവിനെയാണ് ആവശ്യം. അതായിപ്പോവും നിങ്ങൾ. വട്ട്, അവിഹിതം, അവന്റെ അടിമ, കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞാൽ അപ്പൊ വിളിച്ചോളൂ ഓരോരുത്തന്മാര് മുടക്കാനായിട്ട്. വച്ചിട്ട് പോടാ. ഓക്കെ ചേട്ടാ. പിന്നെ ഞാൻ ഒരു കഴിവില്ലാത്തത്. ചേച്ചി അങ്ങനെ പറയല്ലേ, എന്റെ ഇനി അടിയുണ്ട്. കണ്ട, ഇത് കണ്ട, എത്ര കാലം കൊണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അറിയാമോ എന്റെ ഹസ്ബൻഡിനെ പറ്റിയുള്ള കോൺസെപ്റ്റ്? നീ നോക്ക്. ഫിറ്റ് ആൻഡ് ഫൈൻ, 6 pack ഗോൾസ്, ടോൾ, ഫെയർ ആൻഡ് ഹാൻസം. എടി നീ ഇതൊക്കെ വിട്. പക്ഷെ അയാളെ വിളിച്ച് ഇതൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതും ആ മറപ്പൊട്ട നക്കീലിനെ കൊണ്ട്. ഇനിയിപ്പോ കല്യാണം മുടങ്ങൂലേ? മുടങ്ങട്ട്. എടി, എന്റെ കോൺസെപ്റ്റിനുള്ള ആളൊന്നും അല്ല പുള്ളി. എടി, നിന്റെ ഹസ്ബൻഡ് അത്ര പോലും കൊള്ളൂലോ. അതെന്തിരി? എന്റെ ഹസ്ബൻഡ് അത്രയ്ക്ക് മോശമാണോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. പുള്ളി സൂപ്പർ അല്ലേ, പക്ഷെ പുള്ളിയുടെ അത്ര ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. എടി, ഈ ലുക്കിലൊന്നും ഒരു കാര്യമില്ല. അത് നിനക്ക് ജീവിച്ചു തുടങ്ങുമ്പോ മനസ്സിലാവും. നീ ഒന്ന് പോയാണ്. ലൈഫ് ലോങ് കൂടെ ഉള്ള ആളെ പറ്റി ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുന്ന ഇത്ര വലിയ തെറ്റാണോ? എടി, അതില് തെറ്റൊന്നും ഇല്ല. പക്ഷെ ആളുടെ ലുക്ക് മാത്രം ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നതാണ് ശരിയല്ലാത്തത്. നോക്കിക്കോ, ഞാൻ എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കിയിരിക്കും. ലൗച്ചിന എന്ത് പറ്റിയ ആര്യ? പാലെടുക്കാൻ വിട്ടുപോയതാണോ? പാലെനിക്ക് ഇഷ്ടമല്ല. ഓ, അതായിരുന്നു. എന്നാ സാരമില്ല.
ക്ഷീണമായതുകൊണ്ടായിരിക്കും അല്ലേ കിടന്നത്? ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്, എനിക്ക് ബെഡിൽ കൂടെ കിടക്കണ ഇഷ്ടമല്ല. സാരമില്ല, എനിക്ക് മനസ്സിലാവും. പെട്ടെന്ന് വന്ന് വേറൊരാളുടെ കൂടെ കിടക്കുക എന്നൊക്കെ പറയുന്നത് ആർക്കായാലും ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല നമ്മൾ മാനസികമായിട്ട് അടുത്തിട്ട് വേണമല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ആര്യ ആവശ്യമുള്ള ടൈം എടുത്തോ, എനിക്ക് ഓക്കെയാണ്. പിന്നെ ഞാൻ ഈ ബെഡിൻ്റെ എൻ്റെലോട്ട് കിടന്നാൽ കുഴപ്പമുണ്ടോ? ഉണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനാണ് ഇഷ്ടം. വീട്ടിൽ ഞാൻ അങ്ങനെ ശീലിച്ചത്. ഓക്കെ. ഞാൻ ഒരു പില്ലോ എടുത്തോട്ടെ? പിന്നെ AC ഓഫ് ആക്കണോ? റിമോട്ട് അവിടെ ഉണ്ടേ. എടാ ഇതാണ് അവസ്ഥ. എടി ഞാൻ പറയുന്നുണ്ടൊന്നും തോന്നരുത്. കേട്ടിടത്തോളം പുള്ളിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അത്യാവശ്യം ഫോർവേഡ് മൈൻഡഡ് ആണ്, നന്മ പ്രോമാക്സ് ആണ്. പിന്നെ നിനക്കെന്താണ് പ്രശ്നം? എടാ അതാ ഞാനും പറഞ്ഞത്, പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. ഈ നല്ലവനാവുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇത്രയും നല്ലതാവുന്നത് ഇച്ചിരി ഓവറല്ലേ? ഒരു ഐഡിയ ഉണ്ട്. ഈ ആണുങ്ങൾക്ക് പൊസസീവ്നെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ആ കാര്യത്തിൽ പര തൊട്ടിയാണ്. നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിച്ചൂടെ? അത് ഞാൻ നോക്കിയില്ലെന്നാണോ നിന്റെ വിചാരം? ഇത് കണ്ട കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് നിന്റെ കൂടെ ഉള്ള ഒരു ഫോട്ടോ അവളെ ഇട്ടിട്ടുണ്ടാ? കണ്ടവന്റെ കൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ടിരിക്കുന്നു. അമ്മ 2 ആഴ്ച മുന്നേ അവളുടെ കോളേജിൽ റീയൂണിയൻ അവൾ പോയിരുന്നു. ഇതപ്പം എടുത്ത വല്ല ഫോട്ടോ ആയിരിക്കും, വല്ല ഫ്രണ്ട്സും ആയിരിക്കും അവളുടെ. അമ്മ ഇതൊന്നും വലിയ സീരിയസ് ആക്കി എടുക്കല്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അവളെ സപ്പോർട്ട് ചെയ്തിട്ട് വരുമല്ല. ആര്യ എടോ, താനൊന്നൊരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടില്ലേ? ഇട്ടു, അതിനെന്താ? സ്റ്റാറ്റസ് ഇടാൻ പാടില്ലേ? അയ്യോ അങ്ങനെയല്ല, അമ്മയൊക്കെ പഴയ മൈൻഡ് സെറ്റുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഡൈജസ്റ്റ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇനി ഫോട്ടോ സ്റ്റാറ്റസ് ഇടാൻ പാടില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല, ഇനി മുതൽ ഫോട്ടോ സ്റ്റാറ്റസ് ഇടുമ്പം അമ്മ അങ്ങ് ഹൈഡ് ചെയ്തേരെ. ഓക്കെ? ഈ നല്ലവനെ കൊണ്ട് വയ്യല്ലേ ഇത്. എടി ഒരു കാര്യം ചെയ്യാം, നിന്റെ അച്ഛൻ എന്തായാലും ഈ ജോൽസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കാശ് കൊടുത്തൊരു ജോൽസിനെ ഇറക്കുന്നു, എന്നിട്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഇനിയും തുടർന്നു കഴിഞ്ഞാൽ അടുത്ത ചിങ്ങത്തിനകത്ത് നീ തട്ടിപ്പോകുന്നു നമ്മൾ പറയുന്നു. എടാ ഈ ജോൽസിനെ ഒഴിച്ച് ലോകത്ത് ഒരു ജോൽസിനും അച്ഛന് വിശ്വാസമില്ല. അയാൾ പറഞ്ഞ് മാത്രമേ അച്ഛൻ കേൾക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വജ്രായുധം ഇറക്കും. നീ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയൊരു കഥാപാത്രം ഇതിൻ്റെ ഇടയിലുണ്ട്. നിന്റെ അമ്മായിയമ്മ, അതായത് ശ്രീജിത്തിന്റെ അമ്മ. അവരെന്ത് ചെയ്യാൻ? എടി നീ ഇതിനകത്ത് മനസ്സിലാക്കാത്തൊരു സത്യമുണ്ട്. നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതം അലസിപ്പോകാൻ ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ഫാക്ടർ ധാരാളമാണ്. ഞാനിത് 6 പേരുടെ കേസ് ബാധിച്ചിട്ടുണ്ട്, 3 പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വർക്കബിൾ ആണ്, ട്രസ്റ്റ് മീ. കമ്മോണല്ലേ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള. ഇനി കറങ്ങി കറങ്ങി. അത് തന്നെ. ഇനി കുറച്ച് ക്ലോസപ്സ് ഒക്കെ കണ്ടുപോവാ. എന്താ മക്കളെ ഇത്? ഡോണ്ട് ഡിസ്റ്റർബ് ആൻഡി, ഫോട്ടോഷൂട്ട് നടക്കയില്ലേ? അതമ്മ, എനിക്ക് ബാംഗ്ലൂർ ഒരു മോഡലിംഗ് കമ്പനിയിൽ കുറച്ച് ഫോട്ടോസ് അയക്കണമായിരുന്നു. അവിടെ കുറച്ച് ഡ്രസ് ബ്രാൻഡിന്റെ മോഡൽസ് വേണമെന്നൊരു കാസ്റ്റിംഗ് കോൾ കണ്ടു. അവിടെ കിട്ടിയ അടിപൊളിയാ. എനിക്ക് ഫാഷൻ ടിവിയിലൊക്കെ റാം ബുക്ക് ചെയ്യാം. ഈ ഡ്രസ്സ് എന്ന് പറയുമ്പോ എങ്ങനത്തെ ഡ്രസ്സ്? അത് കുറെ ഉണ്ടമ്മ. ഈ 2 പീസ് മനസ്സിലായില്ലല്ലേ, ഈ ബിക്കിനി പിന്നെ ഷോർട്സ്, അങ്ങനെ കുറെ ഉണ്ട്. അമ്മ ഒന്ന് താഴോട്ട് പോവും, സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല. ബിക്കിനി. അപ്പൊ നമുക്ക് കുറച്ച് ലോ ആംഗിൾ ഷോട്ട്സ് പിടിക്കാം. ഓക്കെ. എടാ നീ വീട്ടിൽ ഇല്ലാത്തപ്പോൾ അവൾ ആരൊക്കെയോ വീട്ടിൽ വിളിച്ച് വരുത്തി ഒരുമാതിരിയൊക്കെ അവളെ ഫോട്ടോ ഒക്കെ എടുക്കണം. പിന്നെ അവൾ ഫാഷൻ ടിവിയിൽ പോകാൻ പോകണം. ഇതൊക്കെ നീയും കൂടി അറിഞ്ഞിട്ട് തന്നെ എവിടെയെങ്കിലും നടക്കൂടാ ഇങ്ങനെയൊക്കെ? അതങ്ങനൊന്നും ആയിരിക്കില്ലമ്മ. ഇന്നത്തെ പിള്ളേരുടെ ഫാഷൻ സെൻസ് അമ്മയ്ക്ക് മനസ്സിലാകത്തോണ്ടായിരിക്കും. അല്ലെങ്കിൽ തന്നെ അവൾ ഈ വീട്ടിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, അതിനിപ്പോൾ എന്ത് കുഴപ്പം? ഇന്നത്തെ പിള്ളേർ എന്തൊക്കെ റീൽസുകൾ ചെയ്യണം. അമ്മ അറക്കെ വിട്, എനിക്ക് വിശക്കണമ്മ, വിശന്ന് കത്തണം, കഴിക്കാൻ വന്നെന്താ? എടാ നിന്റെ പൊട്ട വക്കീൽ ബുദ്ധി നടക്കൂ തോന്നല്ല. വെറുതെ ക്യാമറ എൻ്റെ അടുത്ത് പൈസ പോയി കിട്ടി.
ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ പരാജയത്തിന് കാരണം. ഇനി വേറെ ഒന്നും നോക്കാനില്ല. കളത്തിൽ ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. എൻ്റെ വജ്രായുധം ഞാൻ ഇറക്കും. അവൻ്റെ ആസനം ഞാൻ തീയിട്ട് പുകയ്ക്കും. ഡോ, നമുക്കൊന്നൊരു സിനിമയ്ക്ക് പോയാലോ? ആര്യ, നമുക്കൊന്നൊരു സിനിമയ്ക്ക് പോയാലോ എന്ന്. എനിക്കങ്ങ് പറ്റൂല. എനിക്ക് മോഡലിംഗ് കമ്പനിക്കുള്ള പോർട്ട്ഫോളിയോ ചെയ്യണം. എന്നാ പിന്നെ കുഴപ്പമല്ലോ, വേറെ ദിവസം പോവാം. ഹായ് ആൻറ്റി, ആര്യല്ലേ? എടാ, നീ എന്തൊരു മുന്നറിയിപ്പില്ലാതെ? അയ്യോ, നീ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ എന്തായാലും ഇതുവഴി പോയപ്പോൾ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ച്. നീ ഫുഡൊക്കെ കഴിച്ചോ? ഇല്ലടി, നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്ത് പോയി കഴിക്കാം. ഇല്ലടാ, എനിക്കിന്ന് കുറച്ച് ജോലിയുണ്ട്. ചേടാ, സ്വഭാവമൊക്കെ മാറി. കണ്ട പണ്ടാണെങ്കിൽ ഞാൻ എപ്പോൾ വിളിച്ചാൽ ഇവിടെ വേണമെങ്കിലും ഇറങ്ങി വരുമായിരുന്നേ. അയ്യോ ബ്രോ, വന്നിട്ട് പരിചയപ്പെടാൻ പറ്റില്ല. ശ്രീധർ. ഓ എടി, നീ ഇങ്ങനെ എടുത്താ റെഡി ആയിട്ട് വാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ആകെ മടിച്ചേ. എങ്കിൽ ഒരു 5 മിനിറ്റ് ഞാൻ ഈ ടോപ്പ് നോക്കി. ആയിക്കോട്ടെ, പോട്ടോ പോ. ആന്റി, വീട്ടിൽ വരുന്നവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള മര്യാദ ഒന്നും ഇല്ലല്ലേ? അയ്യോ ബ്രോ, സോറി, സംസാരത്തിലായിപ്പോയി. അമ്മ കുടിക്കാൻ എന്തെങ്കിലും. നമ്മൾ പിന്നെ പണ്ട് ഒന്നിച്ച് തന്നെയായിരുന്നു, 24 മണിക്കൂർ. എന്ത് ചെയ്യുന്നു? ഞാൻ അഡ്വക്കേറ്റ് ആണ്. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണോ? നമ്മളൊന്നിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇവളുടെ കോളേജിന്റെ വരാതില്ല, സ്ഥിരം ഭയം നോക്കാൻ പറ്റുന്ന നിൽക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ഒരു കമ്പനിയായിരുന്നു. പിന്നെ അങ്ങോട്ട് നമ്മൾ തിക് ഫ്രണ്ട്സ് ആയി. പറഞ്ഞിട്ടുണ്ടാവുമല്ലോ? ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല? വരട്ടെ, അവളെ ഞാൻ കൊടുക്കുന്നുണ്ട് അവക്ക്. ബ്രോ മാരീഡാണോ? അല്ല, ഞാൻ ഒറ്റ തന്നെയാണ്. എനിക്ക് ഈ മാരേജ് ഒന്നും താല്പര്യമില്ല. എനിക്കിങ്ങനെ അങ്ങനെ ഇറങ്ങാം. ആ റെഡിയാ? ശരിയാ ബ്രോ, നമ്മൾ ഇറങ്ങട്ടെ. പക്ഷെ ഇതെന്തോന്ന് ഹെയർ സ്റ്റൈൽ അടി ഇത്? പണ്ട് ഇവിടെ കൂടെ ഒരു കൊണിച്ചൊക്കെ ഇടൂലേ, അത് ഇടാത്തത്? ജ്യൂസ് കുടിക്കില്ലേ? അയ്യോ, ജ്യൂസ് കുടിക്കാനുള്ള മൂഡ് പോയ ആൻറ്റി. ഒരു കാര്യം, ആൻറ്റിയുടെ മോനെ തന്നെ കൊടുത്തു. ശരി, നമുക്ക് പോവാം. നീ സിനിമയ്ക്ക് വിളിച്ചപ്പോ അവക്ക് വരാൻ വയ്യ, കണ്ട വന്ന് വിളിച്ചപ്പോ അവക്ക് ഉണ്ണാൻ പോവാ അറിയാം. അതങ്ങനൊന്നും അല്ലമ്മ, അവർ പണ്ട് തൊട്ടേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചല്ലേ. നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആര്യ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താനിവിടെ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഇത്രയും നാളായിട്ടും താൻ എന്നോട് മര്യാദയ്ക്കൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല. ഞാൻ വല്ലപ്പോഴും ഔട്ടിങ്ങിന് വിളിച്ചാലും താൻ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം എൻ്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ താനത് ഓപ്പണായിട്ട് പറയണം, എങ്കിലും എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിനി അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ? അപ്പോൾ തുടക്കത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്ത് പോകുന്നതല്ലേ നല്ലത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. പിന്നെ നാളെ എനിക്കൊന്ന് വീട്ടിൽ പോകണം. താൻ പോയിട്ട് വാ. ഹലോ, പറയടി. ഇല്ലടി, ഞാൻ കണ്ടില്ല. ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് അറിഞ്ഞൂടെ എന്താ സംഭവം. എടാ ചക്കരെ, ഇങ്ങനെ പെട്ടെന്ന് കാണുമെന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? പിണങ്ങല്ലേ, നമുക്ക് ഉടനെ കാണാം. പിന്നെ പറ, ചക്കര ഫുഡൊക്കെ കഴിച്ചോ? എന്താ കഴിച്ചേ? ആണോ? ഒന്നുമില്ലടി, ഇവിടെ ചെറുതായിട്ടൊന്ന് ചോറിനോ. നീ പറ. അതല്ലേ ഞാൻ നോക്കുന്നത്, ഡോർ തുറന്നു നടക്കുന്ന ആര് വന്നെന്ന്. മക്കളെ, നീ എപ്പോ വന്നടാ? ശ്രീത്ത് വന്നില്ലേ? അവൻ എന്ത് പറയുന്നു? അച്ഛന് അയാളുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ, സ്വന്തം മോൾ എങ്ങനെ ജീവിക്കുന്നു അറിയണ്ടല്ലോ. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അച്ഛന് വിഷമാവണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാളും ഒന്നും പറയാത്തത്. അവിടെ ആർക്കും എന്നോട് ഒരു സ്നേഹവും ഇല്ല. പിന്നെ അച്ഛനോട് ഇത് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. എന്നാലും ശ്രീജിത്ത് ഇതുവരെ എന്നെ ഒരു ഭാര്യയായിട്ട് പോലും കണ്ടിട്ടില്ല.
അയാൾ എൻ്റെ അടുത്ത് കിടക്കാറ് പോലും ഇല്ല. ശ്രീജിത്ത, എനിക്കറിയായിരുന്നു, അല്ലെങ്കിൽ അച്ഛനെ എന്നെക്കാളും വിശ്വാസം മരുമോനെയാണല്ലോ. ഞാൻ കാണിച്ചു തരാം. എനിക്ക് വയ്യാതിരിക്കുമ്പോൾ ഒന്ന് അടുത്തിരിക്കാൻ പറഞ്ഞാൽ പോലും കേൾക്കൂല. അച്ഛ, എന്നെ അവിടെ ആരും ഒരു സ്ത്രീയായിട്ട് പോലും പരിഗണിച്ചിട്ടില്ല. അല്ലെങ്കിലും അച്ഛന് ജോലിയും പണം ഉണ്ടെങ്കിൽ എല്ലാം തികഞ്ഞല്ലോ. ഈ കല്യാണത്തിന് മുമ്പ് ഞാൻ കാല് പിടിച്ച് പറഞ്ഞല്ലേ ഇത് വേണ്ടെന്ന്. ഇപ്പൊ ഞാനാണെന്ന് അനുഭവിക്കുന്നത്. ആ അച്ഛാ, നീ 2 ദിവസം കഴിഞ്ഞാൽ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ അച്ഛാ, പറഞ്ഞോ. ശേ, അച്ഛനോടുണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ച് പറയാത്തത്? അതെന്ത് പറയാവുന്ന നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ശ്രീത്തെ, നീ നല്ലൊരു പയ്യനാണെന്ന് വിചാരിച്ചാണ് എൻ്റെ മോളെ പിടിച്ച് കെട്ടിച്ചെയ്യുന്നത്. നിന്റെ അടുത്ത് നിന്ന് ഒരിക്കലും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനാച്ച വെറുതെ? ഇയാളൊന്നും സമ്മതിക്കാൻ പോണില്ല. ആര്യ, എന്താണ് കാര്യം? എൻ്റെ മോൾ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന എല്ലാം ഞാൻ അറിഞ്ഞു കേട്ടാ. എല്ലാം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛാ, എന്ത് പറഞ്ഞെന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്തോ ബേളം. എനിക്ക് അറിഞ്ഞോളമ്മ. നിങ്ങളെ കൂടി കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. എൻ്റെ മോളെ കണ്ണീർ കുടിക്കാനല്ല ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. ഇവന് പെണ്ണ് കെട്ടാനും കൂടെ താമസിക്കാനും താല്പര്യമില്ലായിരുന്നെങ്കിലേ ആദ്യമേ പറയണമായിരുന്നു. ഇപ്പൊ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മോളുടെ ജീവിതമാണ് തുലച്ചത്. ആരുടെ ജീവിതം തുലച്ചെന്ന്? കല്യാണം കഴിഞ്ഞ് 3 മാസമായി. ഇന്ന് വരെ ഇവള് അവന്റെ കൂടെ ചിരിച്ച് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അവൻ കെഞ്ചി വിളിച്ചാൽ പോലും അവന്റെ കൂടെ അവള് പുറത്തു പോയിട്ടില്ല. എന്തിന്? കണ്ടോമാരും ഒന്ന് വിളിച്ചാലേ രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല, അവള് ഇറങ്ങി പൊയ്ക്കോളൂ. നീ മിണ്ടായിടാ. അവള് ഫോട്ടോഷൂട്ട്, ഫാഷൻ TV എന്ന് പറഞ്ഞിട്ട് ഓരോ ക്യാമറക്കാരെ കൊണ്ടുവന്ന് അവള് കാണിക്കുന്ന കോപ്രായങ്ങളെ ചില്ലറയൊന്നുമല്ല. എന്തോന്നൊക്കെയാണ് ഞാൻ കേൾക്കണത്? എന്നെ ഇങ്ങനെ മാനം കെടുത്താതെ എന്തെങ്കിലും വാറുന്നൊന്ന് പറ. അച്ഛ, എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. എന്റെ താല്പര്യം ഇല്ലാതല്ല നിങ്ങൾ എല്ലാവരും കൂടി കല്യാണം നടത്തിയത്. എന്റെ ഇയാളുടെ ലുക്ക് എന്നെ നോക്ക്. എന്തെങ്കിലും മാച്ച് ഉണ്ടോ? എന്റെ പാടിനാകെ പോകുന്ന ആളെ പറ്റി എനിക്ക് കുറെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കോളേജിൽ വെച്ച് എത്ര അടിപൊളി പയ്യന്മാർ എന്റെ പിറകെ നടന്നതാണെന്നറിയോ? എന്നിട്ട് എനിക്ക് കിട്ടിയതോ ഇയാളെ സൊസൈറ്റിയിൽ ഇറക്കി എന്റെ ഭർത്താവാണെന്ന് ആൾക്കാരെ കാണിക്കാൻ എനിക്ക് നാണക്കേടാണ്. ഭാവിയിൽ എനിക്കൊരു കുഞ്ഞുണ്ടായ അത് ഇയാളെ പോലെ ആണെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. താൻ എപ്പോഴും ചോദിക്കുമല്ലോ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന്. ഞാൻ ആദ്യമായിട്ട് ചോദിക്കുക, എനിക്ക് ഡിവോഴ്സ് വേണം. മോനെ, അവളെ മനസ്സിൽ ഇതൊക്കെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൾ ഇതൊന്നുമല്ല എൻ്റെ അടുത്ത് പറഞ്ഞത്. അവളിപ്പോൾ ഈ പറഞ്ഞതിനൊക്കെ മോൻ്റെ അടുത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അവളെ പോവാൻ പറടാ. അവക്കൊന്നും നിന്റെ വില ഒരിക്കലും മനസ്സിലാവാൻ പോണില്ല. ഒരു മാസമായിട്ട് അവർ ഡൈവേഴ്സ് ഫയൽ ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. എൻ്റെ ചെറുക്കന് വേറെ കല്യാണാലോചന നോക്കേണ്ടതാണ്. അതുകൊണ്ട് വക്കീൽ ഈ ആഴ്ച തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഡൈവേഴ്സ് ഫയൽ ചെയ്തോ. പറഞ്ഞാ. മോനെ, ആര്യയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു വയറുവേദന വന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഉടൻ തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി കഴിഞ്ഞ് ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വന്നതേ ഉള്ളൂ. പിന്നെ എന്തോ
എനിക്കിത് മോനോട് പറയണമെന്ന് തോന്നി. എന്നാ ശരി. ഇപ്പൊ എങ്ങനെയുണ്ടടാ? ഇച്ചിരി തൊലിവെളിപ്പുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് അഹങ്കരിച്ചതല്ലേ? ദൈവം ഉണ്ടെന്നുള്ളത് ഇപ്പൊ മനസ്സിലായ? ശേ, അങ്ങനൊന്നും പറയല്ലമ്മ. എനിക്ക് അവളൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്തിന്? നിനക്ക് ഇനിയും മതിയായില്ലേടാ? ഡൈവേഴ്സ് പേപ്പർ ഇട്ടല്ലേ? ഇനി അവള് മാറ്റി നിനക്ക് ഒരു ബന്ധവും ഇല്ല. നീ ഒരുപാട് അവളെ സ്നേഹിച്ചതല്ലേ? അതിനെ ഒരു വയറ് നിറച്ച് തന്നല്ല. ഇനി ആര്യയ്ക്കൊരിക്കലും കൺസീവ് ആകാൻ പറ്റില്ല. വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ യൂട്രസ് റിമൂവ് ചെയ്യുന്നത്. ഐ എം സോറി. ഭാവിയിൽ എനിക്കൊരു കുഞ്ഞുണ്ടായ അത് ഇയാളെ പോലെ ആണെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ആര്യ, ഇതിപ്പോൾ മ്യൂച്വൽ ആയതുകൊണ്ട് ഡിവോഴ്സ് പ്രൊസീജിയർ എന്തായാലും എളുപ്പമായിരിക്കും. നീ ഇതിലൊരൊപ്പിട്. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ബ്രോവാ, നിങ്ങൾ സംസാരിക്കുക, ഞാൻ പുറത്തുണ്ടോ. ഇപ്പം എങ്ങനെയുണ്ട്? പറയാനുള്ള അർഹത എനിക്കുണ്ടോയെന്ന് അറിയില്ല. എന്നാലും റെസ്റ്റ് എടുക്കണം. അധികം വെയിറ്റ് ഒന്നും എടുക്കരുത്. പിന്നെ ഫുഡും മെഡിസിനും ഒക്കെ സമയത്ത് കഴിക്കണം. അതുപോലെ എന്താവശ്യമുണ്ടെങ്കിലും ഏത് രാത്രിയിലാണെങ്കിലും സഹായിക്കാൻ വേറെ ആരുമില്ലാന്ന് തോന്നിയാൽ എന്നെ വിളിക്കണം. ഞാനുണ്ടാവും. വരട്ടെ. ഇത്രയൊക്കെ കാണിച്ചിട്ടും എനിക്ക് എന്നോട് എങ്ങനെ ഇത്രയും നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്നു? അതൊന്നും സാരമില്ലടോ. എല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ. താനത് വിട്. എന്റെ ലൈഫിൽ ആരും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. താനത് ആവോളം തന്നിട്ടും ഞാനത് തട്ടിത്തെറിപ്പിച്ചിട്ടേ ഉള്ളൂ. തന്നെ പോലെ ഒരാളെ ഒരിക്കലും ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം. ചെയ്തതിനൊക്കെ സോറി. ഏയ്, സാരമില്ല, കുഴപ്പമില്ല. പോട്ടെ. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ലുക്കുള്ള ഒരാളെ കിട്ടണമെന്നായിരിക്കും ഭൂരിഭാഗം പേരുടെ ആഗ്രഹം. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ മറന്നു പോകുന്നൊരു സത്യമാണ്. നമ്മൾ കല്യാണം കഴിക്കുന്നത് ഒരു മുഖത്തെയല്ല, മറിച്ച് ഒരു വ്യക്തിയെയാണ്. ആ വ്യക്തിയുടെ ക്യാരക്ടറും മനസ്സിനേക്കാളും മുകളിലല്ല ഈ പുറമേ കാണുന്ന ഗ്ലാമർ എന്ന് നമ്മളിൽ എത്ര പേര് ചിന്തിക്കാറുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ കാണുന്ന സൗന്ദര്യത്തിന് എത്ര കാലത്തെ ഗ്യാരണ്ടി ഉണ്ട്? നമ്മുടെ ജീവിതത്തിൽ എന്തു വേണേലും സംഭവിക്കും. അപ്രതീക്ഷിതമായ വീഴ്ചകൾ ഉണ്ടാവാം, രോഗങ്ങൾ വരാം, നമ്മൾ മാനസികമായിട്ട് ഫുള്ളി തളർന്നു പോകുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടാവും. അന്ന് നമ്മളെ ചേർത്ത് പിടിക്കാനും ഞാനുണ്ട് കൂടെ എന്ന് പറയാനും ഒരു വ്യക്തിക്ക് മുഖസൗന്ദര്യം മാത്രം പോരാ, അതിന് നല്ലൊരു മനസ്സ് തന്നെ വേണം. അതുകൊണ്ട് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ലുക്ക് മാത്രമായിരിക്കരുത് നിങ്ങളുടെ പ്രയോറിറ്റി. സൗന്ദര്യം എന്നായാലും ഒരു ദിവസം നമ്മളെ വിട്ടു പോകും, അതൊരു സത്യമാണ്. അതുകൊണ്ട് കണ്ണുകൊണ്ട് മാത്രം കണ്ട് തീരുമാനമെടുക്കാതെ ഹൃദയം കൊണ്ട് കാണാൻ ശ്രമിക്കുക. കാരണം പ്രായം കൂടും തോറും ചുളിവ് വീഴാത്തതായിട്ട് ഈ ലോകത്തൊന്നേ ഉള്ളൂ, അത് നല്ലൊരു മനസ്സാണ്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഈ സമൂഹത്തെ മാറി ചിന്തിപ്പിക്കാൻ ഇത്തരം വീഡിയോ സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന